എന്റെ മോനെ ഗൈസ്, വണ്ടിയുടെ അവസ്ഥ നോക്കി, ചെടി കണ്ടുള്ള വണ്ടി ഗൈസ്. അവൻ എന്ത് നിസ്സാരായിട്ടാണ് പറയണത് 70,000 രൂപ പോയെന്ന്. അത് എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്തെല്ലാം ചെയ്തായിരുന്നു. അപ്പൊ എന്താണ് നമ്മുടെ ഇന്നത്തെ പരിപാടി? വിളക്ക് മേടിക്കാൻ പോകും ഗൈസ്. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഒരു വൻ പരിപാടി നടക്കാൻ പോവാണ്. പേടിക്കണ്ട, എന്റെ കല്യാണമല്ല, താലപ്പൊലിയാണ് കേട്ടോ. ഈ മാസം അവസാനം നമ്മുടെ വീട്ടിൽ താലപ്പൊലി നടക്കാൻ പോവാണ്. അതുകൊണ്ട് തന്നെ വിളക്ക് നമ്മൾ പുതിയ വാങ്ങാൻ പോവാണ്. ആക്ച്വലി എല്ലാവർക്കും ആയി കൊടുത്തു. ഞങ്ങള് വിളക്ക് വാങ്ങാൻ പോവാ. നമ്മള് കല്യാണം ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് വിളക്ക് വാങ്ങാൻ പോവാ. ഈ ഇവിടെ ലാൻഡ് ചെയ്ത് പറഞ്ഞ കല്യാണോ നേരെ ഇട്ടിച്ചു വെക്കുക. ഇന്ന് കഴിച്ച് നമ്മൾ നെക്സോണിലാണ് കേട്ടോ പോകാൻ പോകുന്നത്. നമ്മുടെ ലാസ്റ്റ് വ്ലോഗിനകത്ത് നമ്മൾ പറയായിരുന്നു നമ്മുടെ ഇന്നൊരു 70,000 രൂപ സ്കാം ചെയ്തായിരുന്നു. അപ്പൊ തിരിച്ചു കിട്ടുമെന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു. അപ്പൊ നമുക്ക് ഒരു 99% പറഞ്ഞിരിക്കണ കിട്ടത്തില്ല എന്ന് തന്നെയാണ്. പിന്നെ ഞാനും നല്ല വില ഇറക്കിയപ്പോ മിക്കവാറും ആ പൈസ ഗോവിന്ദ കേസ് കിട്ടത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വോൾട്ടിന്റെ സ്ക്രീൻഷോട്ട് എടുത്താണ് അയച്ചു കൊടുത്തത്. പക്ഷെ കേസ് ഒരു കാര്യം അവനോട് പറഞ്ഞില്ലായിരുന്നു, അത് ഇന്നലെ പറഞ്ഞത്. ദാറ്റ് ഈസ് ഒരു ലിങ്ക് അയച്ചായിരുന്നു കേട്ടാ. ആ ലിങ്കിലും കൂടെ അവൻ കയറി ക്ലിക്ക് ചെയ്തായിരുന്നു. അതാണ് ശരിക്കുള്ള പണി കിട്ടി. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതാണെന്ന് സീനായി പോയത്. അതുകൊണ്ട് ഇനി ആ പൈസ എന്തായാലും കിട്ടാൻ പോകുള്ള കേസ്. എന്തായാലും 70,000 രൂപ വെള്ളത്തിൽ പോയി കേസ്. അവൻ എന്ത് നിസ്സാരായിട്ടാണ് പറയണത് 70,000 രൂപ പോയെന്ന്. അത് എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്തെല്ലാം ചെയ്തായിരുന്നു. എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ ഇപ്പൊ ഒരു ഗാർഡനൊക്കെ വീട്ടിൽ സെറ്റ് ചെയ്തോണ്ടിരിക്കുക. അത് കുറച്ച് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ചെടിയും ചെടിച്ചട്ടിയൊക്കെ മേടിച്ച് ഒരു ഗാർഡൻ സെറ്റ് ചെയ്തേനോ. താലപ്പൊലി വരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കിടക്കണം. അതുപോലെ അച്ചാറിന്റെ ഒക്കെ ഞാൻ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഞാൻ ചെയ്തേനാ. പക്ഷെ ഞാനാണെങ്കിൽ ആ ഫ്രൈഡേ അവിടെ ചുമ്മാ കിടക്കില്ല, അതിന്റെ ബാറ്ററി ഒക്കെ മാറി റെഡിയാക്കി എടുത്ത് നമ്മളത് ഉരുട്ടിക്കൊണ്ട് നടന്നേനെ. ചേട്ടനാണെങ്കിൽ എന്ത് ചെയ്തേനാ? ഹെൽത്ത് ഇൻഷുറൻസ് വല്ല PS5 അങ്ങനെ മേടിച്ചേനെ. ഓ പോളി ഗൈസ്. എന്തായാലും ഗൈസ് എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ട്. എന്തായാലും അമ്മയുടെ ആഗ്രഹം എന്തോ ചെടിയാ. ചെടി ഞാൻ വേണമെങ്കിൽ ഇന്ന് സ്പോൺസർ ചെയ്യാം നമുക്ക് വേണ്ടിട്ട്. അമ്മയുടെ ആഗ്രഹം പറഞ്ഞ സ്ഥിതിക്ക് ചെടി ഇന്ന് തന്നെ വേണമെങ്കിൽ ചെയ്തേക്കാം. ഇന്ന് തന്നെ ഗൈസ് നമുക്ക് കുറച്ച് അമ്മക്ക് വേണ്ടിട്ട് കുറെ ചെടി കാര്യങ്ങൾ. ഓക്കെ, ഇതിന്റെ അച്ഛനെന്ത് വേണ്ട? ഫ്രൈഡേയുടെ ബാറ്ററി മാറണമെന്ന്. ഓക്കെ, അത് നമുക്ക് മാറാം. അത് ചെറിയ പൈസ ഉള്ളത്. ഓക്കെ, ബാറ്ററി മാറാം. ചേട്ടൻ എന്ത് വേണ്ട? PS4 ഞാൻ പറഞ്ഞു. PS5 വേണേ ഇപ്പഴേ പറഞ്ഞു. എന്തായാലും PS5 അല്ലേ, അത് നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. അമ്മ അത് ഗെയിം കളിക്കുന്ന സാധനമാണമ്മ. പ്ലേ സ്റ്റേഷൻ. അതാകുമ്പോ നമുക്ക് ചിണ്ടറി എല്ലാവരും കൂടെ ഗെയിം കളിക്കാം. ഈ 2 വിളക്ക് എടുത്തോ. അങ്ങനെ 2 വിളക്കാണ് നമ്മൾ വാങ്ങിയത് അല്ലേ അമ്മ? എത്ര പേരുടെ പരിപാടിയാണ് അമ്മ? 200-300 പേരുടെ പരിപാടിയാണ് കേട്ടോ. ഞങ്ങളുടെ വീടിന്റെ വാതിക്കെ കുറെ ആൾക്കാരൊക്കെ നേരെ നിന്ന് ദീപമൊക്കെ കത്തിച്ച് അമ്പലത്തിലോട്ട് നടന്നു പോകണം. സ്വത്തം അങ്ങനെ അവിടെ വരുമ്പോ അറിയത്തില്ല നാലെടുക്കില്ല എന്നൊക്കെ. ഫുഡും കാര്യങ്ങളൊക്കെ ഇല്ലേ അമ്മ? ചെണ്ടമേളം ഉണ്ട്, പിന്നെ ഗരുഡനൊക്കെ ഉണ്ടോ? ഗരുഡനുണ്ട്. ഓ, കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ വീട്ടിൽ താലപ്പൊലി നടത്തിയപ്പോ വിഷയമായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ അബിയും വിറകും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ തുള്ളി റോഡൊക്കെ കൂടെ കിടന്ന് തുള്ളി അങ്ങ് അമ്പലം വരെ പോവുമായിരുന്നു. അടിപൊളിയായിരുന്നു. ഇത് കൂടുതൽ ദൂരമുണ്ട്. ഓ, അങ്ങോട്ടാണോ? എന്റെ അമ്മ നല്ല ദൂരം ഉണ്ടല്ലോ. എല്ലാരും കഴിച്ച് ഇവിടെ വിശന്ന് ചത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചേട്ടനാണെങ്കിൽ ഇവിടെ ചേർത്തലയിലാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. ചേർത്തല എന്തോ ഒരു വിഷയം കടയുണ്ടെന്ന് പറഞ്ഞിട്ട് ഫിഷും കാര്യങ്ങളൊക്കെ കിട്ടുന്ന. അതിന്റെ പേരെന്തോണ്ടാവും, വരുമല്ലോ അറിയാം. ചേട്ടൻ അറിയത്തില്ല, സർപ്രൈസ് എന്നൊക്കെ വന്നിട്ട്. ഇവിടെ ചേട്ടൻ നമ്മളെ ജില്ല വിട്ട് വേറെ ജില്ലയിലോട്ടൊക്കെ ഫുഡ് കഴിപ്പിക്കാൻ കൊണ്ടുപോകുന്നതാണ്. എന്ത് ചാളയെത്താ അല്ല പാളയെത്താ? നിങ്ങൾ ഇതൊക്കെ എപ്പോ അതെ, ഇതൊക്കെ എപ്പോ എപ്പോ എവിടെ ഒരു ബുദ്ധി ചോദിച്ചാലും പറയാം അവിടുത്തെ ഫുഡ് നല്ലതാണെന്ന്. നമ്മളെ പോകുന്നു. അടുത്ത എന്താണ് മമ്മി പരിപാടി? ചേർത്തല വരുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വെജിറ്റബിൾ ഫുഡ് കഴിക്കണമെങ്കിൽ, വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടെങ്കിൽ ഇവിടെ ഓണം വെജ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് കേട്ടാ. ഇവിടെ വന്ന് കഴിച്ചു നോക്ക്. ചേട്ടൻ്റെ അളിയൻ്റെ ഒക്കെ സംഭവം നൈസാ. കഴിച്ച് നമ്മളൊരു വാക്ക് പറഞ്ഞ വാക്കാണ്. എന്തായാലും എന്തേ അടുത്തുള്ള ഒരു ചെടിക്കട കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ ഇഷ്ടമുള്ള ചെടി എന്ത് വേണമെങ്കിലും വാങ്ങിക്കും, ഓഫറാണ്.
ഗൈസ് ഇതൊക്കെ ചൈന ഡോൾ എന്ന് പറയുന്ന സംഭവമാണ്. ഇതെന്തായാലും ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇതല്ലേ നല്ലത്, ഇതൊരെണ്ണം എടുത്ത് വെച്ച്. ഇത് കൊള്ളാം, അങ്ങോട്ട് വയ്ക്കും. ദേ ഗൈസ് ഈ സംഭവം അടുത്ത് നമ്മൾ എടുക്കുന്നതാണ്. ഇതൊക്കെ ഓൾറെഡി വീട്ടിലുണ്ട് ഗൈസ് ഞങ്ങളാ. പിന്നെ ദേ ഈ സാധനം എടുക്കുവാണ് കേട്ടോ. അവിടെ നേരത്തെ കേട്ടില്ല, അതിനേക്കാൾ ഇത്തിലൂടെ വലിയ ചെടികളാണ് കേട്ടോ. അതപ്പോൾ അതേ ഇതെടുത്തേക്കുക. 1 2 എടുത്തു അമ്മ. അമ്മ ബുദ്ധനെ വല്ലതും വേണം. പറഞ്ഞെടുത്ത് പുറത്ത് വയ്ക്കാനല്ലേ? ഭയങ്കര വിലയായിരുന്നു. ബുദ്ധ സോറി ബ്രോ, നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കാം. പക്ഷെ നിറയെ പൂവൊക്കെ വിരിഞ്ഞിരിക്കുന്നു നോക്കിയേ, അടിപൊളിയല്ലേ? ചെടിച്ചട്ടി വെച്ചാൽ നല്ല ഭംഗിയാണ്. ദേ ഗൈസ് ഇതും കൂടെ എടുത്തിട്ടുണ്ട്. ദേ ഗൈസ് ഈ സാധനം കൊള്ളാം. എന്നാ ദേ ഗൈസ് ഇത്ര സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയും വാങ്ങിക്കൊണ്ടിരിക്കുക. ഓ ഈ പൂവൊക്കെ അടിപൊളിയാണ് കേട്ടോ. സ്വത്ത് നീ ഉണ്ടായിരുന്നു, ഞാൻ സ്വത്തിന് വേണ്ടിയിട്ട് ഈ പൂ വന്നേനെ. ഐ ലവ് യു സ്വത്ത്. എടുക്കട്ടെ? ആ എടുത്തു. 800 രൂപയായിരുന്നു. എടുത്തോ. ഭയങ്കരമായി, മതി, കുറേ ആയി. ഗൈസ് എനിക്ക് വേണം അമ്മ ഇവിടെയുള്ള എല്ലാ ചെടിയും വാങ്ങിക്കൊണ്ട് പോകുമെന്ന് തോന്നുന്നു കേട്ടാ. എന്തായാലും കുറെ സാധനം നമ്മൾ ഇപ്പൊ തന്നെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. മമ്മിക്കുൾ ഹാപ്പി അല്ലേ മമ്മി? ഇനി ഇച്ചിരി ചെടിച്ചട്ടിയും കൂടെ മേടിച്ചു. ആഹാ അടിപൊളി. എന്ത് രസമല്ലേ ഇത് കണ്ട? അങ്ങോട്ട് അങ്ങ് വരെ എൻ്റെ ഇതാ. ചെറിയ ചക്ക മരത്തിൽ ചെറിയൊരു ചക്ക കൊള്ളാം കേട്ടാ, അടിപൊളിയായിട്ടുണ്ട്. മതിയെന്ന് പറഞ്ഞിട്ട് മതി എല്ലാം എടുത്ത വേണമെങ്കിൽ അത്. ഇതാ അതാണ് 600 അല്ലേ? അത് മതി. ഗൈസ് അമ്മേനെ കാണുന്നില്ല കേട്ടോ. വീണ്ടും വല്ല ചെടിയൊക്കെ പറിക്കാൻ പോകാന്ന് അറിയത്തില്ല. ഇതൊന്നും എന്റെ ലിസ്റ്റിലുണ്ടായിരുന്നല്ല കേട്ടാ. അയ്യോ, പിന്നെ വെറുതെ കൊണ്ടുപോയിക്കോ. സ്വത്ത് നീ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ നിനക്കും കുറച്ച് പൂ വാങ്ങിട്ട് വന്നേനെ കേട്ടോ സ്വത്തു. അപ്പൊ ഓക്കെ സ്വത്തു, ഐ ലവ് യു, ഐ മിസ് യു. പെട്ടെന്ന് ഓടി വാ, എനിക്ക് സ്വത്തിനെ കെട്ടിപ്പിടിക്കണം. എന്താ അവൻ നിനക്ക് വേണ്ടിട്ട് റോസാ? ഓക്കെ, സ്വത്തിന് വേണ്ടിട്ട് നമ്മൾ റോസ്, ഇതേ സ്വത്ത് പറഞ്ഞ സ്വത്തിന് വേണ്ടി റോസ് വാങ്ങാം. ഓക്കെ, ഉറപ്പായിട്ടു. ഞാൻ നോക്കിയിട്ട് ഈ കൂട്ടത്തിൽ ഏറ്റവും പൊളി ലുക്കുള്ള റോസാപ്പൂ ഇതാണ്. അതുകൊണ്ട് ഞാൻ സ്വത്തിന് വേണ്ടിയിട്ട് ഈ റോസ് ഞാൻ എടുക്കുകയാണ്. 2 റോസാപ്പൂ, ഞാനും എൻ്റെ സ്വത്തും. ചേച്ചി ഇതും കൂടെ എടുത്തേ. സ്വത്തു ഇത് നീ, ഇത് ഞാൻ. ഓക്കെ, കണ്ട നമ്മൾ രണ്ടും ഒരു ഇതിനകത്തുനിന്ന്. ഐ ലവ് യു സ്വത്തു, ദിസ് ഈസ് ഫോർ യു. 1 വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ചെടിയും ഇതെല്ലാം വാങ്ങിയിട്ടുണ്ട്. കട്ടക്ക് ഡിസ്കൗണ്ട് എനിക്ക് തരണം കേട്ടല്ലോ. നമ്മളൊന്നുമില്ലെങ്കിലും നെയ്ബേഴ്സാ, വീടിന്റെ അടുത്തുള്ള. പിന്നെന്താ, തീർച്ചയായും കൂടെ കാര്യം നമുക്കൊരു 9,000 രൂപക്ക് ഈ ചേച്ചി സെറ്റാക്കി തന്നിരിക്കുകയാണ്. ചേച്ചി ഇത് ലാഭമാണ്, എനിക്ക് ചെടിയുടെ കാര്യങ്ങളൊന്നും അറിയത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ലാഭമാണ് തീർച്ചയായിട്ടും. ഇവിടെ പോയി ചോദിച്ചോ. ആണോ? പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ആ ഓക്കെ. 9,000 രൂപക്കുള്ള ചെടിയാണ് വാങ്ങി തന്നിരിക്കുന്നത് കേട്ടല്ലോ. 1 വർഷത്തേക്കുള്ള കോട്ട അഴിച്ചിട്ടുണ്ടാവും മേഡം. ഓക്കെ, വണ്ടി മൊത്തം ചെടികളായിട്ടാ. എന്റെ മോനെ ഗൈസ്, വണ്ടിയുടെ അവസ്ഥ നോക്കി, ചെടി കണ്ടുള്ള വണ്ടി ഗൈസ്. എന്റെ ഗൈസ് ഇത്ര ഹൈറ്റായിട്ടാണ് നമ്മൾ വാങ്ങിയത്. പൊളിയല്ലേ? ഓ അടിപൊളി. അമ്മ ഇതിന്റെ ഫ്രണ്ടിലും കുറച്ച് ചെടി വെക്കണം കേട്ടോ അമ്മ, നല്ല രസമുണ്ട് കാണാൻ. ഓ എന്തായാലും മമ്മിക്കുൾ ഹാപ്പി അല്ലേ? എന്തായാലും ഹാപ്പി. ഓ അടിപൊളി കേട്ടാ. അപ്പൊ ഗൈസ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇതേ സ്വത്ത് പറഞ്ഞ പോലെ സ്വത്തിന് വേണ്ടിയിട്ട് 2 റോസാപ്പൂവൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം കുറെ ചെടിയൊക്കെ വാങ്ങി നല്ലൊരു യൂണിവേഴ്സ് ആയി കേട്ടോ ഇപ്പൊ വീട്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടമെങ്കിൽ എന്നും പറയണമല്ലോ, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൽക്കാണ്ട് ബെല്ലേക്കാൻ ടഹേന്ന് അടിച്ചു പൊട്ടിക്കുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ കേട്ടല്ലോ. അപ്പോൾ ഗൈസ് നാളെ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ടിൽ ദെൻ